അപ്പോൾ എങ്ങനെയാ നമുക്കൊരുമിച്ച് പ്രീമിയർ പഠിക്കല്ലേ. സോ വെൽക്കം ടു FX and Pi. ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് എന്താണ്, പ്രീമിയർ പ്രോ ആണ്. എന്താണ് പ്രീമിയർ പ്രോയിൽ എങ്ങനെ സിമ്പിളായിട്ട് ഒരു റീൽ എഡിറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. എങ്ങനെ ഇതിലേക്ക് ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം, എങ്ങനെ മ്യൂസിക്കും, എങ്ങനെ ചെറിയ ട്രാൻസിഷൻ ആഡ് ചെയ്യാം. അപ്പോൾ ഒടുവിൽ എന്താക്കാം, നമുക്ക് സ്വന്തമായിട്ട് ഫസ്റ്റ് ഒരു നിങ്ങൾ ആദ്യത്തെ പ്രൊജക്റ്റ് എങ്ങനെ നമുക്ക് റെൻഡർ ചെയ്ത് ഔട്ട് എടുക്കാൻ നോക്കാം. ഇതൊരു ടെക്നിക്കൽ ക്ലാസ് ഒന്നുമല്ല. നിങ്ങളൊരു ഫ്രണ്ട് എന്താക്കുക, വേറെ ഫ്രണ്ടിന് പറഞ്ഞിരുന്ന പോലെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിലായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ എങ്ങനെയാ നമുക്ക് സ്വന്തമായിട്ട് ഫസ്റ്റ് ഒരു റീൽ എഡിറ്റ് ചെയ്താലോ. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ അത് നമ്മളെ പ്രീമിയർ പ്രോൻ്റെ ഐക്കൺ കണ്ടില്ല. ഇതാണ് പ്രീമിയർ പ്രോൻ്റെ ഐക്കൺ. നിങ്ങളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ജസ്റ്റ് നമുക്ക് എന്താക്കാം, ഡബിൾ ടാപ്പ് ചെയ്തൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ എങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പൺ ആയി വന്നാൽ എങ്ങനെയൊക്കെ ഉണ്ടാവുക കണ്ടോ. ഇതാണ് പ്രൊജക്ട് മാനേജർ. നമ്മളിപ്പോൾ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് വിചാരിച്ചു പ്രീമിയർ പ്രോയിൽ. അപ്പോൾ നിങ്ങൾ ചെയ്ത വർക്കുകളൊക്കെ എന്താ ഇത് അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മേ ബി ഇപ്പോൾ ചെയ്യുന്നിടയിൽ പെട്ടെന്ന് ബാക്ക് അടിച്ചോ, അല്ലെങ്കിൽ ഇത് സ്റ്റോപ്പായി പോയിട്ട് ഇങ്ങനെ അതുകൊണ്ട് ബാക്ക് അടിച്ചോ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്ത വർക്ക് കിട്ടണമെങ്കിൽ എന്താ ഇവിടെ തന്നെ ഉണ്ടാവും. റീസെൻറ്റ് ഫയൽസിൽ പോയാൽ ഇവിടെ തന്നെ കാണാം. ഇല്ലെങ്കിൽ എന്താക്കുക, നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ഫയൽ എടുക്കണമെങ്കിൽ ഇതാ ഇവിടെ ഓപ്പൺ പ്രൊജക്റ്റ് കൊടുക്കുക. അതുമല്ല പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ആക്കണമെങ്കിൽ ഇതാ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. ന്യൂ പ്രൊജക്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. ഞാൻ മൈ ഫസ്റ്റ് റീൽ ഇടുകയാണ്. മൈ ഫസ്റ്റ് റീൽ കൊടുത്തു. ഇതെവിടെ അടുത്ത ഓപ്ഷൻ അല്ല, ഇത് അടുത്ത ലൊക്കേഷൻ. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഫയൽ അല്ലെങ്കിൽ ചെയ്യുന്നപ്പോൾ ഔട്ട് എടുക്കുന്ന ആ വീഡിയോ എവിടെയാണ് സേവ് ആകേണ്ടതെന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രൗസർ എന്താക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡർ സെലക്ട് ചെയ്യാം. ഞാൻ തൽക്കാലം ഇവിടെ ഒരു ഫോൾഡർ എടുത്തിട്ട് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഞാൻ അവിടെ തൽക്കാലം സേവ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ക്രിയേറ്റ് കൊടുത്താൽ എന്താ കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, മേ ബി ഇങ്ങനെ സ്റ്റാർട്ട് ടൈം ഇങ്ങനത്തെ എനിക്ക് ഉണ്ടാവുക. ഇത് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് അത്യാവശ്യമാണ് മാത്രം ചെയ്താൽ മതി. അധികം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പൊതുവെ എന്താ ഈ എഡിറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ എഡിറ്റ് ഉണ്ട്, എക്സ്പോർട്ട് ഉണ്ട്. നമ്മൾ എഡിറ്റ് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നിങ്ങൾ കാണുന്ന ഫസ്റ്റ് ഇൻ്റർഫേസ്. ഇപ്പോൾ കാണുന്ന നല്ല നമ്മൾ വണ്ടറടിച്ച് നിൽക്കുന്നുണ്ടാവും, ഒരു ഐഡിയ ഉണ്ടാവില്ല എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. നമുക്ക് ഓരോന്ന് എന്താണെന്ന് നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളായുള്ള ഇൻ്റർഫേസ് ഞാൻ പരിചയപ്പെടാം. ഇതിപ്പോൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആയി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻ്റർഫേസ് സെലക്ട് ചെയ്യാണ്. ഞാൻ ഇവിടെ പോയിട്ട് ഇവിടെ ചെറിയ ഓപ്ഷൻ ഉണ്ടോ, അവിടെയാണ് വർക്ക് സ്പേസിൻ്റെ ഓപ്ഷൻ മാറ്റാനുള്ളത്. ഞാൻ വർക്ക് സ്പേസ് സെലക്ട് ചെയ്തു. ഞാൻ അവിടെ പോയിട്ട് എഡിറ്റിംഗ് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇൻ്റർഫേസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എന്താ നമുക്ക് ആവശ്യമുള്ളത് ഇത്ര ഇൻ്റർഫേസ് ശരിക്കും മതി നമുക്ക് ബേസിക്കായിട്ട് എഡിറ്റ് ചെയ്യാൻ. ഇവിടെ 4 ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇത് ഓരോ മോണിറ്റർ എന്നാണ് പറയുക. ഇതാണ് നമ്മളെ പ്രൊജക്റ്റ് മോണിറ്റർ. നമ്മളെ വേണ്ട ഫയൽസൊക്കെ ഇതിലേക്കാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. നമുക്ക് വേണ്ട വീഡിയോസും ഓഡിയോസൊക്കെ ഇവിടെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഇതാ ഇവിടെ കാണുന്ന ടൈം ലൈൻ കണ്ടല്ലോ, ഇതാണ് ടൈം ലൈൻ. നമ്മുടെ ബേസിക് കട്ടിങ്ങും ട്രിമ്മിങ്ങും നമ്മൾ ഓഡിയോ ട്രാൻസിഷനൊക്കെ നമ്മൾ ഇവിടെയാണ് കൊടുക്കാൻ പോകുന്നത്. ഇതാണ് ടൈം ലൈൻ. ഇതാണ് നമ്മളെ പ്രിവ്യൂ. നമ്മളെ ചെയ്യുന്ന ഫയലിൻ്റെ വർക്കിൻ്റെ പ്രിവ്യൂ കാണണമെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഇതിനാണ് സോഴ്സ് മോണിറ്റർ എന്ന് പറയുക. ഈ സോഴ്സ് മോണിറ്ററിലാണ് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഒരു വീഡിയോ എടുത്തു. ഈ വീഡിയോൻ്റെ എത്രത്തോളം ഭാഗം വേണമെന്ന് നമുക്ക് ഇവിടെ നിന്നാണ് തീരുമാനിക്കുക. ഇപ്പോൾ സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മിനിറ്റുള്ള വീഡിയോ ഉണ്ട്. പക്ഷേ എനിക്ക് ഇവിടുന്ന് 30 സെക്കൻഡ് മതി. ആ 30 സെക്കൻഡ് ഏത് പോർഷൻ വേണം നമ്മൾ തീരുമാനിക്കുന്നത് ഇവിടെ നിന്നാണ്. മേ ബി മിഡിൽ പാർട്ടേക്ക് നമുക്ക് വേണ്ടി വരിക, അല്ലെങ്കിൽ ലാസ്റ്റിലേക്കുള്ള കുറച്ച് 30 സെക്കൻഡ്സ് ആയിരിക്കും വേണ്ടി വരിക, അല്ലെങ്കിൽ ഫസ്റ്റ് 30 സെക്കൻഡ്സ് ആയിരിക്കും വേണ്ടി വരിക. അത് നമുക്ക് എന്താക്കാം, ഇവിടെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നതിനെക്കാളും നല്ല ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അതിന് മുന്നേ എന്താക്കാം, നമ്മൾ വേറെ ഷോർട്ട് കട്ട് പറഞ്ഞില്ല. ജസ്റ്റ് നിങ്ങൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് 1 ക്ലിക്ക് ചെയ്താൽ എന്താ നമുക്ക് പ്രൊജക്ട് മോണിറ്റർ സെലക്ട് ചെയ്യാൻ പറ്റും. 2 ക്ലിക്ക് ചെയ്താൽ ഇതാ സോഴ്സ് മോണിറ്റർ. ഷിഫ്റ്റ് 3 ക്ലിക്ക് ചെയ്താൽ ടൈം ലൈന്. ഷിഫ്റ്റ് 4 ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്രൊജക്ട് മോണിറ്ററും കിട്ടും, പ്രിവ്യൂ മോണിറ്ററും കിട്ടും. ഞാൻ എന്താക്കാം, നമുക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്യട്ടെ. നമ്മളെല്ലാ അഡോബ് സോഫ്റ്റ്വെയർ പോലെ തന്നെ എന്താ നമുക്ക് ഇങ്ങനെ ഹൈലി കസ്റ്റമൈസബിൾ. നമുക്കിത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ കാണുന്ന ഈ ലെവലാണ്, ഈ ബ്ലാക്ക് ലെവലാണ് ഓഡിയോ ലെവൽ. ഇതൊക്കെ നമ്മൾ വീഡിയോ ഇടുമ്പോഴാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് കത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കുക, ജസ്റ്റ് ഒരു വീഡിയോസൊക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് റീൽ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു ബേസിക് വീഡിയോ എഡിറ്റിംഗ് ആണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ എന്താ, നമുക്ക് വേണ്ട വീഡിയോസും ഓഡിയോസൊക്കെ എന്താക്കുക ഈ പ്രീമിയർ പ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇമ്പോർട്ട് ചെയ്യുന്ന ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് അല്ലേ, ഇവിടെയാണ് പ്രൊജക്റ്റ് മോണിറ്റർ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വേണ്ട പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാം.
ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ കണ്ടോ ഇമ്പോർട്ട് മീഡിയ. ഇത് 3 രീതിയിൽ ചെയ്യാം കേട്ടോ. ഇതിൽ ഫസ്റ്റ് വേ ആണ് ദ ഇമ്പോർട്ട് മീഡിയ ഉള്ളത്. ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫയൽ മാനേജർ ഓപ്പൺ ആവും. നമുക്ക് വേണ്ട വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുക്കാം. ഇല്ലെങ്കിൽ എന്താക്കുക, ജസ്റ്റ് ഈ സ്പേസ് പോയിട്ട് എവിടെയെങ്കിലും സ്പേസ് പോയിട്ട് ഡബിൾ ടാപ്പ് ചെയ്യുക. അങ്ങനെയും നമുക്ക് ഫയൽ ഓപ്പൺ ആവും. വേണ്ട വീഡിയോസൊക്കെ സെലക്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ ജസ്റ്റ് എന്താ കൺട്രോൾ ഐ കൊടുത്താലും നമുക്ക് വേണ്ട വീഡിയോസ് ഫയൽസിന് എടുക്കാൻ പറ്റും. ഇത് 3 സംഭവം എന്താ സെയിം സാധനം തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എന്താ നമ്മൾ വീഡിയോസ് ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ ജസ്റ്റ് എന്തൊക്കെ ഇവിടെ നിന്ന് ഡബിൾ ടാപ്പ് ചെയ്യാൻ പോവാണ്. എനിക്ക് കുറച്ചൊരു സിമ്പിളായി തോന്നിയത് അതാണ്. ഡബിൾ ടാപ്പ് ചെയ്തു. ഇനി എന്തൊക്കെയാണ് ഞാൻ അവിടെ ഞാൻ എടുത്ത് വെച്ച ഫയൽ കൊണ്ടുപോയിട്ട് സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ അവിടെ പോയി ഇവിടെയാണ് ഞാൻ ഉദ്ദേശിച്ച വീഡിയോസൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് വേണ്ട വീഡിയോസ് ഇങ്ങനെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഞാൻ അവിടെ ഓപ്പൺ കൊടുത്തു. ഇപ്പോൾ കണ്ടോ എല്ലാ വീഡിയോസും ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ കാണുന്ന ഒരു ലിസ്റ്റ് പോലെയാണ്. നമുക്ക് വ്യൂ ഇങ്ങനെ മാറ്റാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ട്, അവിടെ പോയിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ എടുത്താൽ മതി. ഒന്നാമത്തെ ഓപ്ഷൻ ലിസ്റ്റ് പോലത്തെയാണ്, ലിസ്റ്റ് വ്യൂ. രണ്ടാമത്തെ ഐക്കൺ വ്യൂ. മൂന്നാമത്തെ എന്താ ഇത് മൊത്തത്തിലുള്ളത് കുറച്ച് വലുതുള്ള വ്യൂ ആണ്. ഞാൻ തൽക്കാലം ഐക്കൺ വ്യൂ എടുത്തു. അപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം 4 വീഡിയോസാണുള്ളത്. ഒരു ഓഡിയോ വേവ് കണ്ടോ. ഓഡിയോൻ്റെ ഇങ്ങനെ തന്നെയൊക്കെ ഉണ്ടാവും കണ്ടോ. ഒരു ഓഡിയോൻ്റെ വേവ് രൂപത്തിലാണ് കാണുക. ഇത് നമുക്ക് എന്താക്കണം, ഇവിടെ നിന്ന് കുറച്ചുകൂടി ഒന്ന് ഓർഗനൈസ് ചെയ്യണം. ഇത് നമുക്ക് ഓരോ ഫോൾഡറിലൊക്കെ മാറ്റാൻ പറ്റും. വീഡിയോസൊക്കെ ഒറ്റ ഫോൾഡർ, ഓഡിയോസ് ഒരു ഫോൾഡറിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താക്കുകയാണ്, വേണ്ട വീഡിയോസ് മാത്രം സെലക്ട് ചെയ്തു. ഇനി ഇവിടെ താഴെ ഈ ഓപ്ഷൻ ഉള്ളതാ, ഇതിലേക്ക് ഡ്രാഗ് ചെയ്താൽ നമുക്കിതൊരു ഫോൾഡറാക്കി മാറ്റാൻ പറ്റും. എന്നിട്ട് എടുത്തിട്ട് ഡ്രാഗ് ചെയ്തു. ഈ ഫോൾഡറിന് പേരിടാം വീഡിയോ. ഇനി അടുത്താണ് ഇതാ ഓഡിയോ. ഈ ഓഡിയോ മാത്രം എന്താക്കുക, ഞാൻ സെലക്ട് ചെയ്തു. ഇതാ ഫസ്റ്റ് കാണുന്ന ഈ ഐക്കൺ കണ്ടല്ലോ, ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ചു. ഇത് ഞാൻ പറയുന്ന ബിന്നാണ്. നമുക്ക് ഓരോ ഇഷ്ടമുള്ള ബിൻ ഉണ്ടാക്കി വെക്കാം. അപ്പം ഇനി അടുത്ത് ഓഡിയോക്കുള്ള ബിൻ ഉണ്ടാക്കി. ഇപ്പോൾ കണ്ടില്ല കുറച്ചൊരു വൃത്തിയായി. അല്ലാതെ കുറേ ഇങ്ങനെ ചെറവറാൻ കിടക്കില്ല. ഇപ്പം എന്താ വീഡിയോൻ്റെ ഫോൾഡർ എടുത്താൽ വേണ്ട വീഡിയോസ് മാത്രം ഉണ്ടാവും. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഓഡിയോൻ്റെ ആണെങ്കിൽ ഓഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഓഡിയോസും വീഡിയോസും വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് സീക്വൻസ് ക്രിയേറ്റ് ചെയ്യണം. സീക്വൻസ് ആണ് നമ്മളെ വീഡിയോൻ്റെ ഡയമെൻഷൻ, സൈസ്, ഫ്രെയിം റേറ്റ്, ഡ്യൂറേഷനൊക്കെ തീരുമാനിക്കാൻ പോണേ. അപ്പോൾ ഇതെന്താണ് ഫ്രെയിം റേറ്റ്, എന്താണ് ഈ ഡയമെൻഷനൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താക്കുക, നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, കമൻറ്റിൽ ഷെയർ ചെയ്യുക. ഞാൻ അത് പറഞ്ഞു തരുന്നതായിരിക്കും. ബേസിക് ഡൗട്ട്സുകളൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ ആദ്യം എന്താ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാനാണ്. സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാൻ എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താക്കുക, പ്രീമിയർ പ്രോൻ്റെ ഒക്കെ പ്രത്യേകത അല്ല അഡോബിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരേ കാര്യം കുറേ വഴി തന്നെ ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് വേയിൽ നമുക്ക് ഒരേ സംഭവം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ അവിടെ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ കാണാം. ഫസ്റ്റത്തെ ഫോൾഡർ ആയിരുന്നു ഇതാണ്. ഇതാ നെക്സ്റ്റ് അടുത്ത ഓപ്ഷനാണ് ന്യൂ ഐറ്റം. ഇവിടെ കുറേ ഓപ്ഷൻ കാണാം. പ്രൊജക്ട് ഷോർട്ട് കട്ട്, ഓഫ്ലൈൻ, അങ്ങനെ കുറേ ഉണ്ട്. മേലെ കണ്ട സീക്വൻസ്. നമ്മൾ ഓരോ സീക്വൻസ് വെച്ചിട്ടാണ് എന്താക്കുക നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ഒരു പ്രൊജക്റ്റ് തന്നെ കുറേ സീക്വൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ സിമ്പിളാക്കാൻ വേണ്ടി ഒറ്റ സീക്വൻസ് തന്നെയാണ് എല്ലാ വീഡിയോ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ സീക്വൻസ് എടുത്തു. നമുക്ക് എന്താക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രെയിം റേറ്റ് കൂടെ സെലക്ട് ചെയ്യാം. കണ്ടോ ഇവിടെ കുറേ പ്രീസെറ്റ് ആയിട്ടുള്ള കുറേ ഇതുണ്ട്. അതെല്ലാം നമുക്ക് കസ്റ്റമായിട്ട് വേണമെങ്കിൽ കസ്റ്റമായിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതല്ലാണ്ട് സിമ്പിൾ ഒരു വഴിയാണ് സെലക്ട് ചെയ്യാൻ പോകണത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സീക്വൻസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ സീക്വൻസ് ഉണ്ടാക്കാൻ ഏറ്റവും സിമ്പിൾ വഴിയാണ്. നിങ്ങൾക്ക് ഓൾറെഡി പ്രൊജക്റ്റിൻ്റെ സൈസ് അറിയാമെങ്കിൽ ഇതാ ഈ വീഡിയോയുടെ സൈസ് എനിക്ക് അറിയാം. ജസ്റ്റ് ടാപ്പ് ചെയ്ത് കണ്ട് ഇവിടെ അതിൻ്റെ ഡാറ്റ കാണാൻ പറ്റും. കണ്ടില്ലേ, ഡ്യൂറേഷൻ 3 മിനിറ്റ് 16 സെക്കൻഡാണ്. ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഡയമെൻഷൻ വരുന്നത് 1080 വിഡ്ത്തും 1920 ഹൈറ്റാണ്. അതുകൊണ്ട് ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് എന്താക്കിയത് അവിടെ പോയിട്ട് ഇതിലേക്ക് കിട്ടും. കണ്ടോ ഈ ഫസ്റ്റത്തെ ഈ ഓപ്ഷനിലേക്ക് കിട്ടും. അപ്പോൾ തന്നെ എന്താക്കുക, ഇവിടെ ഒരു സീക്വൻസ് ക്രിയേറ്റ് ആയിട്ട് ജസ്റ്റിൻ്റെ ഇത് ഇങ്ങോട്ട് മാറിപ്പോയതാണ്. കാണിച്ചു തരാം. കണ്ടോ, ഞാൻ ഒന്നുകൂടി എടുത്ത് കാണിച്ചു തരാം. ഇത് അങ്ങനെ എടുത്തു, ഈ വീഡിയോ എടുത്തു, ജസ്റ്റ് ഇതിലേക്ക് ഇതാ ഈ ഓപ്ഷനിലേക്ക് ഡ്രാഗ് ചെയ്തു. ഇപ്പോൾ കണ്ടോ നമുക്ക് വേണ്ട വീഡിയോസ് ഓഡിയോയും ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇതാ മേലെ കാണുന്ന V1 V2 ഒക്കെ ആണ് വീഡിയോ ട്രാക്ക് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് നമ്മൾ എടുക്കുന്നതിൽ എന്താക്കുക, ഓഡിയോ വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ മേലത്തെ V1 ട്രാക്കിലും ഓഡിയോ താഴത്തെ A1 ട്രാക്കിലായിരിക്കും വരിക. കണ്ടോ, അപ്പോൾ ഇതാണ് പ്ലേ ഹെഡ്. ഈ പ്ലേ ഹെഡ് ഇങ്ങനെ നീക്കുമ്പോൾ എന്താ ഇങ്ങനെ ഫോർവേഡായി വരുന്നല്ലേ, ഇങ്ങനെ നീക്കാൻ പറ്റും. ഇപ്പം എന്താ നമുക്കൊരു സീക്വൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ കാണാൻ നിങ്ങൾക്ക് സൗണ്ടിനനുസരിച്ച് ബാറ് മാറുന്ന കാണാൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ
അറിയാൻ പറ്റും എത്രത്തോളം സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് എന്താക്കുക നമ്മളെ സീക്വൻസ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ഒന്നാം സ്റ്റെപ്പ് എന്തായാലും നമുക്ക് വേണ്ട വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ബിന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചു. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പായി നമ്മൾ സീക്വൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളെ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാൻ പറ്റും. അപ്പോൾ താഴെ ഇതാ കിടക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോൻ്റെ ഓഡിയോ, മേലെയാണ് ഇതിൻ്റെ വിഷ്വൽസ്. അതാണ് ബേസിക്കലി എന്താക്കുക നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ജസ്റ്റ് ഞാൻ ബാക്ക് അടിച്ച് കുറച്ചുകൂടി നല്ല വൃത്തിയിൽ ഇങ്ങനെ സോർട്ട് ചെയ്തെടുക്കണം. അതിനാണ് നമ്മളിവിടെ സോഴ്സ് മോണിറ്റർ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഡബിൾ ടാപ്പ് ചെയ്തു, നമ്മളെ വീഡിയോസിൻ്റെ ഫയൽ വന്നു, ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മേലോട്ടാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി ഇതാ നമുക്ക് ഇതെങ്ങനെ സോഴ്സ് മോണിറ്ററിൽ കാണാൻ നോക്കാം. ജസ്റ്റ് സോഴ്സ് മോണിറ്ററിൽ കാണണമെങ്കിൽ ഇവിടെ പോയി ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ കണ്ടോ ഇവിടെ വരും. ഇനി നമുക്ക് ഏത് സ്ക്രീൻ ആയിക്കോട്ടെ കുറച്ച് വലുതായി കാണാൻ വിചാരിച്ചത്. ഇപ്പോൾ എനിക്ക് ചെറുതായിട്ടില്ല കാണുന്നത്. ഈ വലുതായി കാണണമെങ്കിൽ ടിൽഡാക്കി ഉണ്ട്, ടിൽഡ. അപ്പോൾ ടിൽഡാക്കി ഏതാ ജസ്റ്റ് കാണിച്ചുതരാം. അത് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ കാണിച്ചുതരാം. കൺട്രോൾ ആൾട്ട് കെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് കിട്ടും. ഈ കൺട്രോൾ ആൾട്ട് കെ പഠിക്കേണ്ട കാര്യം വെച്ചാൽ ഈ പ്രീമിയം അക്കൗണ്ട് എല്ലാ ഷോർട്ട് കട്ടും ഈ കൺട്രോൾ ആൾട്ട് കെ പറഞ്ഞ ഈ ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്താൽ വരുന്നതാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ഷോർട്ട് കട്ട്സ് അറിയില്ല വിചാരിച്ചോ പ്രീമിയം അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട്സ് ഒക്കെ കാണാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ ആൾട്ട് കെ. അപ്പോൾ ഈ ഷോർട്ട് കട്ട് എന്തായാലും പഠിച്ചേക്കുക. ഏതാണ് കൺട്രോൾ ആൾട്ട് കെ പഠിച്ചാൽ എല്ലാ ഷോർട്ട് കട്ട്സും വരുന്ന ഒരു കീബോർഡ് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ എല്ലാത്തിൻ്റെയും ഷോർട്ട് കട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ കീ ആണ് ടിൽഡാക്കി. ടിൽഡാക്കി പറഞ്ഞാൽ നമ്മളെ കീബോർഡ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. നമ്മളെ കീബോർഡിൽ 1ൻ്റെ അടുത്തുള്ള കീ ആണിതാ ടിൽഡാക്കി. ഒരു കോമ പോലെ തന്നെ ഒരു സംഭവമാണ്. ആ കോമേൻ്റെ കൂടെ തന്നെ മേലെ കാണും ടിൽഡ. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ എസ്കേപ്പ് അടിച്ചിട്ട് ബാക്ക് അടിക്കുകയാണ്. അപ്പോൾ ഞാൻ ടിൽഡ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കാൻ കണ്ടത് വലുതാവും കേട്ടോ. സോഴ്സ് മോണിറ്റർ വലുതായി. ഇല്ലെങ്കിൽ എനിക്ക് ഇതാണ് വലുതാക്കേണ്ട വിചാരിച്ചു. നമ്മളെ പ്രൊജക്ട് മോണിറ്റർ വലുതാക്കേണ്ട വിചാരിച്ചു. ടിൽഡ ക്ലിക്ക് ചെയ്താൽ പ്രൊജക്ട് മോണിറ്റർ വലുതാവും കേട്ടോ. അപ്പോൾ ഫയൽസൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ടിൽഡ ഒന്നുകൂടി തന്നെ ക്ലിക്ക് ചെയ്താൽ തിരിച്ച് നമുക്ക് പഴയ ഇതിലേക്ക് എത്താൻ പറ്റും. ഇനി അല്ലെങ്കിൽ ടൈം ലൈനാണ് വലുതായി കാണേണ്ടത്. എന്താ ടൈം ലൈൻ സെലക്ട് ചെയ്തു, ടിൽഡ കൊടുത്തു. അപ്പം അല്ലെങ്കിൽ ഇതാ ഈ വിഷ്വൽ ആണെങ്കിൽ കാണണമെങ്കിൽ ടിൽഡ കൊടുത്താൽ ജസ്റ്റ് ഒന്നുമില്ല. നമ്മളെ സ്ക്രീന് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ടിൽഡ കൊടുക്കുക. ടിൽഡ എവിടെയുള്ള വെച്ചാൽ നമ്മളെ കീബോർഡിലെ മേലത്തെ നമ്പറില്ലേ 1 2 3 4 ആ 1ൻ്റെ തൊട്ട് ലെഫ്റ്റിലായി കിടക്കുന്നതാണ് ടിൽഡാക്കി. നമ്മളിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നതാ ഈ വീഡിയോൻ്റെ എത്രത്തോളം ഭാഗം വേണമെന്നാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ എത്രത്തോളം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എനിക്കിതിലത് അങ്ങനെ വീഴുന്ന വരെ മതി, ബാക്കിയുള്ളതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മളെന്തൊക്കെ ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും സെലക്ട് ചെയ്യാൻ പോവുക. ഇൻ പോയിൻ്റ് ഔട്ട് പോയിൻറ്റ് സിമ്പിൾ പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചിലപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ അല്ല അതിൻ്റെ ഫുൾ ഡ്യൂറേഷനും വേണ്ടി വരില്ല. എനിക്ക് അതിൻ്റെ 3 സെക്കൻഡ്സ് മതി. അപ്പോൾ അതിനെ എന്താക്കുക അങ്ങനെ സെലക്ട് ചെയ്യാൻ പോകണം. എനിക്ക് സ്റ്റാർട്ടിങ്ങിന് അത് അത്ര ഭാഗം മതി. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഭാഗം എനിക്ക് ഏകദേശം കിട്ടുന്നത് അതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇൻ പോയിൻറ്റ് കൊടുക്കാൻ പോകണം. അപ്പോൾ ഇൻ പോയിൻറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ഐ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഐ ക്ലിക്ക് ചെയ്താൽ എന്തായി ഇവിടെ കണ്ടോ ഇതുവരെ ഒരു ഗ്രേ പോർഷൻ വന്നില്ലേ, ഇതിൻ്റെ അങ്ങോട്ട് ബ്ലാക്കും. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് വന്നിട്ടുണ്ട്. അതുമല്ല നമുക്ക് സിംഗിളായിട്ട് ഐ കൊടുക്കാണ്ട് തന്നെ എങ്ങനെ കൊടുക്കാൻ നോക്കാം. ഞാൻ അപ്പോൾ ഐ അല്ലേ ക്ലിക്ക് ചെയ്ത് അതിന് പോലെ എന്താ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയുണ്ടോ മാർക്ക് ഇൻ. അപ്പോൾ ഷോർട്ട് കട്ട് ഇവിടെ കാണാൻ പറ്റും. മാർക്കിൻ്റെ അവിടെ എന്താണ് ഐ ആണ് കൊടുത്ത്. അപ്പോൾ ഇൻ പോയിൻറ്റ് സെലക്ട് ആയിട്ട് ഞാൻ കുറച്ച് മുന്നോട്ട് പോയി ഇതാങ്ങനെ മുന്നോട്ട് പോയി എനിക്ക് എന്താക്കുക ഇവിടെ വരെ മതി. അപ്പോൾ എന്താക്കി ഇവിടെ വരെ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്താക്കി ഓ കൊടുത്തു. ഓ ആണ് ഔട്ട് പോയിൻറ്റ്. ഔട്ട് പോയിൻറ്റ് പറഞ്ഞാൽ നമ്മൾ എൻഡിങ് പോയിൻറ്റ്. ഓ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇത്ര ഭാഗം ഇങ്ങനെ സെലക്ട് ആയി കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള പോർഷൻ നമുക്ക് ആവശ്യമില്ല. ഈ ഓ കൊടുക്കുന്നതിന് പോലെ എന്താക്കാൻ നമുക്ക് ഇതാ ഈ ഇവിടെയും കൊടുക്കാൻ പറ്റും കണ്ടോ മാർക്ക് ഔട്ട്. ഷോർട്ട് കട്ട് എന്താണ് ഓ. അപ്പോൾ ഇത്രയും ഭാഗം സെലക്ട് ആയിട്ട് ഓക്കെ. നമ്മൾ ഞാൻ ദൂരം എങ്ങനെയാണ് ഇതിൻ്റെ പ്ലേ ചെയ്തത് ഇങ്ങനെ ഇതിൻ്റെ പ്ലേ ആയിട്ട് നീക്കിയിട്ടാണ് ഞാൻ പ്ലേ ചെയ്തത്. അതിന് പകരം എന്താക്കാം നമുക്ക് ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ടോ പ്ലേ ചെയ്താൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ പ്ലേ നിൽക്കും. അതുമല്ല ഏറ്റവും സിമ്പിൾ വഴി പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്പീഡ് അടിച്ച് കണ്ടുപോകണം വിചാരിച്ചു നമ്മളെ കീബോർഡിലെ എൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ സ്പീഡ് അടിച്ച് നിൽക്കാൻ പറ്റും. അതേപോലെ ജെ ക്ലിക്ക് ചെയ്താൽ അങ്ങനെ ബാക്കിലേക്ക് റിവേഴ്സിൽ ഇങ്ങനെ സ്പീഡ് അടിച്ച് പോകാൻ പറ്റുന്നുണ്ടോ. എൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ സ്പീഡ് അടിച്ചിട്ട് മുന്നോട്ട് പോവാം. ജെ ക്ലിക്ക് ചെയ്താൽ സ്പീഡ് അടിച്ച് ഇങ്ങനെ ബാക്കോട്ട് പോവാം. അതുപോലെ തന്നെ എൽ ക്ലിക്ക് ചെയ്തിട്ട് നിർത്തണമെങ്കിൽ
കെ ക്ലിക്ക് ചെയ്താൽ മതി. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ കെ. ഇപ്പോൾ ഫോർവേഡിലേക്ക് സ്പീഡ് അടിച്ച് പോകണ എൽ, ബാക്കോട്ട് സ്പീഡ് അടിച്ച് പോകണമെങ്കിൽ ജെ, സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ കെ. ഓക്കെ, അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട ഭാഗം സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ എന്താക്കുക, ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. ഒന്നെങ്കിലും എന്താക്കാം, നമുക്ക് ഡ്രാഗ് ചെയ്തും കൊണ്ട് ഇടാം. അതുമല്ല നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്തിടാൻ മടിയാണെങ്കിൽ ജസ്റ്റ് ഇതവിടെ പോയിട്ട് കോമ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എവിടെയാണ് കോമ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്നുകൂടി കൊണ്ടുവരാം. Ctrl+Alt+K കൊടുത്തു. കോമ അത് അവിടെ നമ്മളെ കറക്റ്റ് പറയുകയാണെങ്കിൽ കീബോർഡിൽ ലെറ്റർ എം ഇല്ലേ, എമ്മിൻ്റെ അടുത്തുള്ളതാണ് കോമ. അപ്പോൾ അതിന് ഷോർട്ട് കട്ട് ഉണ്ട്, ഇൻസേർട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് കോമ ക്ലിക്ക് ചെയ്തു. ഇൻസേർട്ട് ആയിട്ടുണ്ട്, കണ്ടോ. നമ്മളിവിടെ കാണാൻ പറ്റും, നമ്മൾക്ക് ഫുള്ളായിട്ട് വന്നിട്ടില്ല. നമ്മൾ എടുത്ത ഭാഗം വരെ മാത്രമേ കാണുന്നുള്ളൂ. കണ്ടില്ല, ഇൻ പോയിൻ്റ് ഔട്ട് പോയിൻ്റ് സെലക്ട് ചെയ്ത ഭാഗം വരെ നമ്മൾ കാണുന്നുള്ളൂ. കണ്ടോ, ബാക്കി ഇങ്ങനെ ലൂപ്പടിച്ച് വരുന്നു. മറ്റേ എത്ര ഉണ്ട്, ശരിക്കത്തെ വീഡിയോ എത്ര 1 മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ട്. അതിന് ചെറിയ ഭാഗം മാത്രമാണ്, വേണ്ട ഭാഗം മാത്രം ഇതിലെടുത്ത്. ഇതാണ് ബേസിക് എഡിറ്റിംഗ് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഇപ്പോൾ തരുന്ന ഫുട്ടേജ് ചിലപ്പോൾ കുറേ ലോങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വേണ്ട ഭാഗം മാത്രം എടുത്ത് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് വെക്കുന്ന പരിപാടിയാണ് ബേസിക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എന്താക്കുമ്പോൾ വേണ്ട ഭാഗം മാത്രം ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലേ. നമുക്ക് അടുത്ത നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാം. അതാണ് നമുക്ക് എങ്ങനെ എന്താക്കാം, ഇനി ഇതിലെ കുറച്ച് ടൂൾസുകൾ പരിചയപ്പെടാം. അല്ല, ഇവിടെ കുറേ ടൂളാണ്, ബേസിക് ടൂൾസ്. ഏതൊക്കെയാണ് നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ, ഞാൻ ആക്ച്വലി പ്രീമിയർ പ്രോ വിചാരിച്ചൊരു 3 പാർട്ടായിട്ട് ഇറക്കാനായിരുന്നു. ഒരു 45 മിനിറ്റ്സുള്ള 3 പാർട്ടായിട്ട് ഇറക്കാനായിരുന്നു, പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാൻ. ബട്ട് പിന്നെ എനിക്ക് എന്താ പറയുക, ഇന്നത്തെ വെച്ചെങ്കിൽ ഇപ്പം വിചാരിച്ചത് അല്ലെങ്കിൽ നമ്മൾ സമയമില്ലാത്ത സമയമായിരിക്കും നിങ്ങൾ ഈ ട്യൂട്ടോറിയൽ കാണുക. അപ്പോൾ അതിന് ലെങ്ത്ത് കൂടിയാൽ പിന്നെ നമ്മളിപ്പോഴത്തെ അറ്റൻഡൻസ് സ്പാനൊക്കെ കുറഞ്ഞവരാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പോൾ എന്താക്കുക, ഇത് കുറച്ചുകൂടി ഒന്ന് ഡ്യൂറേഷൻ കുറച്ച് ചെറിയ പാർട്ടായിട്ട് ഇറക്കാനാണ്. അപ്പോൾ അങ്ങനെ മതിയെങ്കിലും എന്താ നിങ്ങൾ കമൻസിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ എന്തായാലും കുറച്ച് ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യാൻ നമുക്ക് ഓരോന്നായി പഠിച്ചിട്ട് പോവാം. സോ സീ യു സൂൺ ആൻഡ് താങ്ക് യു.